മേ ഇസ് ഈക്വൽ ടു ഹും, തും ഇസ് ഈക്വൽ ടു ഹോ. മേം കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേം കർത്താവായിരിക്കുമ്പം ഹും ഹും. തും കർത്താവായിരിക്കുമ്പോ ഹും ഹോ ഹോ. ഇനി നമുക്ക് അടുത്ത ഗ്രാമറിലേക്ക് കടക്കാം. വിദ്വാമാഷേ, ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാ ഈ ആന ഇരിക്കാനും നിക്കാനും നടക്കാനും വളയ്ക്കാനും ഒക്കെ നാളെ മുതൽ അങ്ങനെ പഠിപ്പിക്കാം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം. അതെ, എവിടെയാ വിദ്വാന്റെ താമസം? അങ്ങ് തൂണൂർക്കര. അയ്യോ, അവിടെ വരെ പോയിട്ട് പിന്നെ ഇവിടെ എപ്പ എത്താനാ? ഇവിടെ അങ്ങോട്ട് കൂടിയാ പോരെ? അയ്യോ, അത് വേണ്ട. പ്രായമായ പെൺകുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കൂല. അല്ല മാഷേ, അത് സാരില്ല. രാത്രിയും കൂടി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം ആനെ പണിക്ക് കൊണ്ടുപോവാൻ. ആ തെക്കേ മുറിയില് മാഷൊക്കെ സുഖമായിട്ട് കിടക്കാന്നേ. വടക്കേപ്പുറത്ത് പുഴ, പ്രഭാത കർമ്മത്തിന് വിശാലമായ പറമ്പ്, ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാഷ ബാഗ് ഇങ്ങോട്ട് വന്നോളൂ. വേണ്ടായിരുന്നു. വരൂ മാഷേ, മടിക്കണ്ട. നിങ്ങൾ ആ സ്ലൈറ്റ് അവിടെ വെച്ചിട്ട് വരൂ. ഇതാണ് മാഷയുടെ മുറി. ഏയ്, അച്ഛനെ കൂട്ടുകെടുത്തൊന്നും വേണ്ട. അങ്ങേര് പോയിരുന്ന ഹിന്ദി അക്ഷരം എഴുതി പഠിക്കട്ടെ. എഴുതി പഠിക്കാതെ പറയാൻ മാത്രം പഠിച്ചാ പോരെ വിദ്വാമാഷേ? അക്ഷരമെല്ലാം മനഃപ്പാടമാക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റൂ. നോക്കൂ നോക്കൂ മാഷേ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പുറകെ നടക്കണം. ഇതുപോലൊരു കുഴി മടിയൻ. എന്നാ ഞാൻ കുറച്ചു നേരം പോയിരുന്ന് പഠിക്കാം മാഷേ. ടീക്കേ. അപ്പൊ മാഷിന് കടന്നോളൂ. അല്ല മാഷേ, മാഷ് എന്തിനാ എപ്പോഴും ഈ മന്ത്രിയുടെ പേര് പറയണേ? അയ്യോ, അത് മന്ത്രിയുടെ പേരല്ല. പിന്നെ ടീക്കേ എന്ന് പറഞ്ഞാൽ ശരി എന്നർത്ഥം. ഓ, അങ്ങനെയാണോ? ശരി. അപ്പൊ മാഷേ, ടീക്കേ ടീക്കേ. ഞാനാ ലീന, മനസ്സിലായില്ലേ? മനസ്സിലായില്ല. പ്ലീസ്. നീ എവിടെയായിരുന്നു? ഇന്നലെ മുഴുവൻ ഞങ്ങൾ തിരക്കി. ഏത് ബെന്നി? തമാശകളാ. നീ ഇവളുടെ കൂടെ ആയിരുന്നു ഇന്നലെ. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ബെന്നി ഇത് നിന്റെ ഫ്രണ്ടാ, വേണു. നെടുമുടി വേണുവാണോ? നിനക്കെന്നെ അറിയില്ലല്ലേ? നിന്നെ ഞാൻ ബെന്നി ലിസൺ മീ. ഒരു ലിസണും ഇല്ല. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനായി പോയെന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ? എടാ, നിനക്ക് എന്ത് പറ്റി? നേരെ മെടുത്തമ്മ ഇവളായിരുന്നു. ഇപ്പൊ വേറൊരുത്തം വന്നിരിക്കുന്നു. ബെന്നിയാണോ ബെന്നിയാണോ? സെൻസ്ലെസ് കൺട്രി. ഇന്നലെ ഒരു പോലീസുകാരൻ തലയ്ക്കൊരു അടി കൊടുത്തു. അതി പിന്നെ ഇങ്ങനെ എല്ലാം മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എടാ ബെന്നി, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും നമ്മൾ നാലുപേരും കൂടെ ഒരുമിച്ച് പാട്ടിന്റെ പാലാഴി തീർത്ത. നിനക്കൊന്നും ഓർമ്മയില്ലേ? തവളേ. കൊള്ളാം. ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. എന്നെ ഒന്ന് വിട്ടരിട്ട. അയ്യോ, അത് രക്ഷയില്ല. മറ്റേ പാട്ട് നോക്കാം. ഗാനലോല വീതികളിൽ വേണു. നമ്മൾ ഒരുമിച്ച് ഭ്രാന്താശുപത്രിയില്. ഭ്രാന്തനാണല്ലേ? ഇങ്ങനെ കറങ്ങി നടക്കരുത്, ആളുകളെ ശല്യപ്പെടുത്താൻ. പോയി ഭ്രാന്താശുപത്രി കിടക്കണം. എടാ, എനിക്ക് മാത്രമല്ല നിനക്കുണ്ട് പട്ട്. എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? എടാ അറിയാ വേണു, നീ എന്തിനാ കരയുന്നത്? ലീനയുണ്ടോ? അല്ല, നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എടാ, നീ കുറെ നേരമായിട്ട് ഞങ്ങളായിട്ട് വെള്ളം കുടിപ്പിച്ച് കളഞ്ഞില്ലേ? ഏത് വെള്ളം? വെള്ളോ? ഞാൻ വീണ്ടും എല്ലാം മറന്നു പോകും. കുഴപ്പമില്ല, ചില സമയത്ത് ഇവൻ ഓവറാവും. വേണു, റിലാക്സ് റിലാക്സ്. പോവാം, ബാ ബാ. എവിടെ നോക്കിയിരിക്കുന്ന കളി? தங்கப்பா, எப்படி இருக்கா என் ஸ்டைலு? சூப்பர். உழைப்பாளி படத்துல ரஜினிகாந்த் மாதிரி இருக்கு. ஐ
ചിന്നസ്വാമി, ഒരു ഫിൽട്ടർ വെൽ. എന്താ മച്ചാനെ ഇത് പണിക്കൊന്നും പോണില്ലേ? കൂലിപ്പണിയൊക്കെ അങ്ങ് നിർത്തി. ഇവിടെ കാണും ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ വല്ലതും വിൽക്കാനുണ്ട്. എന്താ ചിരിക്കുന്നത്? എനിക്ക് വാങ്ങാനാ. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? ആ, അടിച്ച പോലെ തന്നെ. ഒരു 50 ലക്ഷം രൂപ മുടക്കിയാ ആ കട ഇങ്ങ് വാങ്ങാം. 50 ലക്ഷമോ? ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ. ഇവനെന്തേ വട്ടായോ? മുനിയാണ്ടി, എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ചൊക്കെയാണ്. ഇതിട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോവാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നും തോന്നേ. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു വെച്ചതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളൊരുക്കും എനിക്കും നിനക്കും കൊന്നുകളയും. എനിക്കിത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചെടി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ, ഇവിടെ ഇരി. പാഷ, ഒരു റീത്ത്. റീത്ത എന്തിന്? എല്ലാം പറയാം. മനോഹര, ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധി അതുകളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി. കെനിയ? ആ കുശാകിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിന് നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമണ്ണ തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. 100 റെത്ത്. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചെടുത്തോണ്ട് മുങ്ങിയിരിക്കണം. വാ, അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ല് കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട മച്ചാനെ. ഈ ചതിക്കെങ്ങാനും കൂട്ടു നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാൽ വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് ഞാൻ. എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. വായേ മൂടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. വായേ മൂട്. അയ്യോ, വായേ മൂടല്ല, വായേ മൂട്. നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ പറഞ്ഞിരുന്ന പോലെ പറയൂ. വായ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്നാ പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ? വായേ മൂട്. ആ, വായേ മൂട്. അയ്യോ, നമ്മൾ ജയിച്ചു. അയ്യോ, മതി. ദായേ മൂടെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. പറയൂ പറയൂ പറയൂ. ദായേ മൂട്.
അയ്യോ അയ്യോ മതി 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 ജയിച്ചു മതി. ആകെ ചെല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുക, ആ പീച്ചേ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക. പറയൂ പറയൂ. ആകെ ചെൽ, പിച്ചാ, പിച്ചാത്തിയല്ല, പീച്ച പീച്ച. എന്തോ വിദ്യാമാഷേ? പീച്ചേ ചെൽ, ആ അത് തന്നെ. പീച്ചേ ചെൽ. ഇതൊന്ന് പിടിച്ചേ. നിന്റെ വേല എന്റെ അടുക്ക വേണ്ട. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. തരാലോ. മാഷ് ഇനി എന്ത് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ ചോദിച്ചാൽ മതി. അതന്നെ. അപ്പൊ ഞങ്ങൾക്ക് വേഗം ഹിന്ദി പഠിക്കാലോ. ഏക് ഗ്ലാസ് പാനി പിലാവോ. ഏക് പന്നി അയ്യോ ഏക് ഗിലാസ് പാനി ലാവോ. പന്നിയല്ല, പത്നി. മാത്രമല്ല ഏക് പത്നി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എന്നാ. ഇങ്ങനെ പറഞ്ഞാൽ വേറെയും ഭാര്യമാരുണ്ടെന്ന് അർത്ഥം വരും. എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് മേരാ പത്നി എന്ന് പറയണം. എന്റെ പൊന്നു വിദ്വാമാഷ്, അത് ഇങ്ങേരുടെ സ്വഭാവാ. ആനയും കൊണ്ട് നടക്കുന്ന കാലത്തെ പോകുന്നിടത്തൊക്കെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ബസ് ബസ്. മാഷെ, ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട. ദഹ്നെ മുട്ട് ആകെ ചൽ. വിദ്വാമാഷ്, ദുഷ്ടൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ദുഷ്. ദുഷ്. അമ്മാവൻ പുറത്തു പോയെന്നാ തോന്നുന്നു. എന്നാ പോയിട്ട് പിന്നെ വരാം. പോയിട്ട് പിന്നെ വരുമ്പോ കാറ് കിട്ടില്ല. ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ അകത്ത് കയറി ഇരിക്കാമായിരുന്നു. അമ്മാവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കും. അതിന് താക്കോലും വേണ്ടേ? താക്കോൽ എന്റെ ഉണ്ട്, പക്ഷെ ഇത് ഇതിന്റെ അല്ല, ആശുപത്രിയിലെയാ. നീ ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മാവന് ഭാര്യ മക്കളൊന്നുമില്ലേ? ഏയ് ഒറ്റ തടിയാ. അതാണ് നിന്നോട് ഇത്ര സ്നേഹം. നമ്മൾ തുറന്ന് അകത്ത് കയറിയാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നുന്നു. എന്റെ അമ്മാവന് ചേട്ടൻ ചുമ്മാതിരി. ആ. പഴയ മുറി തന്നെ, സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇതുപോലത്തെ 4 അമ്മാവന്മാരുണ്ടായ രക്ഷ. ചിക്കൻ അമ്മാനോട് കുറച്ച് ബാക്കി വെച്ചേക്കണേ. ആഹാ, സ്കാച്ച്. ഇനി ഒന്നും വേണ്ട, ഇത് കുടിച്ചിട്ട് മരിച്ചാ മതിയായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കടാ, അല്ലെങ്കിൽ പ്രാന്ത് വരും. ഇതാണ് സായിപ്പിന്റെ സ്റ്റൈൽ. ഓ, എന്തൊരു എരി. നമ്മുടെ ഭാവനയുടെ പണിയാ. ശബ്ദം കുറയ്ക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാം. ചിക്കൻ മതിയാക്ക് മതിയാക്ക്. ഡോഡോ, പാട്ട് നിർത്ത്. അതല്ല ഇത്. പഴം. അമിതാഭ് ബച്ചൻ. അമ്മാവനായിരിക്കും. അമ്മാവൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എന്താ വേണ്ടത്? അമ്മാവന്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? എപ്പോ വരും? എപ്പോ വരുമെന്ന് അറിഞ്ഞൂടാ. ആരന്വേഷിച്ചെന്ന് പറയണം. ഒന്നും പറയണ്ട, ഞാൻ കണ്ടോളാം. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. അതിനെന്താ, വരണം. ആ ഇതാ അവിടെ. അമ്മാവനല്ല, ഫ്രണ്ടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് ജഡ്ജസ് അവന്യൂലെ 4-ാം നമ്പർ വീട്ടിൽ നിന്നാണ്. എന്റെ വീട്ടില് 4 കള്ളന്മാർ കയറിയിരിക്കുന്നു. അതെ, ആ യെസ്, പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം. ഒന്ന് വേഗം വരണം. അയ്യോ, 4 പേരുണ്ട്. വീട് എന്നെ attack ചെയ്യും. ഓടിക്കോ, ഓടിക്കോ. ഞാൻ ഒറ്റയ്ക്ക്. ചാടിക്കോ. ചാടിക്കാലടിയും. കൊല്ലാൻ സാധില്ല. വേഗം വാ. ചേട്ടനെ. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വേഗം കിട്ടും. വണ്ടി വിടറാ, പോലീസിന് മുമ്പേ. ഓട്ടപ്പാട്ട കണ്ടപ്പോഴേ ഞാൻ കരുതിയ കുഴയൊന്ന്. ഓട്ടപ്പാട്ട സ്റ്റാർട്ട് ആകുന്നില്ല, ഒന്ന് ഇറങ്ങി തള്ള. അകത്തായത് തന്നെ. ഒന്ന് തള്ളന്നേ. അയ്യോ, അനങ്ങളില്ല.
അങ്ങ് പൊട്ട അയാൾ ഇപ്പൊ വരും. വേണ്ട, ഞാൻ കൂടെ ഇറങ്ങാം. നീ ഇറങ്ങി ഇറങ്ങാം. നീ കൂടെ ഇറങ്ങി. വന്നിട്ട് പിടിക്കാതെ, ഇങ്ങോട്ട് വന്നിട്ട് പിടിക്കാതെ. അവനെ കയറി ഇരിക്കട്ടെ. എല്ലാവരും കൂടെ തള്ളിയാലേ വണ്ടി പോവുള്ളൂ. തള്ളിക്കോ. അയ്യോ നമ്മള് കയറണ്ടേ? അത് ശരിയാ. തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നമുക്ക് വീണ്ടും കാണണം. എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ. അവൻ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ് സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. യെസ്. ഞാൻ കുബേര, കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവൻ എന്തിനാ ഇവിടെ വന്നത്? ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളിയാ കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയെ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, ഗുൽമന്തു, മധ്യപ്രദേശ്. വയറ് നിറഞ്ഞ്. ഈ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഫാക്ടറി. ദൂരദർശനൻ. ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോന കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിൽ ഈ ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാർ, സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല. ക്ലീൻ. ഇനി വരാതെ നോക്കണം. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി അയ്യോ, പണം തന്നെ എന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം. എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ, വണ്ടി എടുക്കും. ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി അല്ലേ? തന്നെ. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടയത്തിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടിറേ. ചെന്താമര. എടടേ. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ. തട്ടി തോളിക്കെട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴാ അറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിട്ടാരെ ഈ പറയുന്നത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചോമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ, നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവില്ലേ? പിന്നെ ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടൂടും. വാ, അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും. എന്താ? അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഓ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. നോക്കാം നോക്കാം. ഹലോ, മച്ചനോട് സാറിന സാറിന. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടും ഊരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो. राजा का रानी से प्यार हो गया. ഓ,
അവന്റെ ഒടുക്കത്തിന് ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. അച്ഛാ അച്ഛാ മനീഷ കൊഴിയാള സാപ്പക്കണോ? ആ ഓഫ് ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ലെന്ന്. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി വാങ്ങിക്കാം നെമ്മി. അച്ഛാ 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 അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്റെ പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവോ? നീലെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? ആ മിടുക്കി. എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. ആ അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. വാ 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 വാ. നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തൊരു പുല്ലിന് ഈ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം. അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഹോ ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തിനടി അവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിൽ യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്. എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി. ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ. അതെന്തരന്? ഈ ഇൻകം ടാക്സ്. ഓ ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ 1. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തരത്ത്? അല്ല, സീത നായിക ജൂഹിച്ചവൾക്ക് പകരം. മുതലാളി ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ പോലെ. താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കി പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ല്. പോ. നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. ഷെഡാ? വാ പോ. നീ അങ്ങോട്ട് ചെല്ല്. പോടേ. ചെല്ല്. എന്തിനിടെ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. മാഷേ, ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം. ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. ഉദാഹരണത്തിന് ഇവളൊന്ന് ഇടഞ്ഞാ തന്നെ. മാഷേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായന ചുടരുത്. അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു നടക്കാൻ കഷ്ടപ്പെടുക. ആവോ? ഞാനൊരു മണ്ടൻ. ആശാനെ പോലെ ആനയെ നേരെ ചൊവ്വേ നോക്കുന്ന പാപ്പാമാരുടെ ആനകൾ ഇഴയുന്ന പ്രസരമേ ഇല്ല. സത്യം പറയാമല്ലോ, അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പാപ്പാനാശാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ
എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുപോലും ചെയ്യില്ലായിരുന്നു. കളിച്ച് കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈ വെച്ചിരിക്കുന്നത്. സുപ്രഭാത് രാഘുബായ്. പാവം ഹിന്ദി അറിയില്ല. ഇനി ഇവരൊക്കെ എപ്പോഴാ ഹിന്ദി പഠിക്കാൻ പോണയാവോ? വേണ്ട വേണ്ട ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട, നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. ബോലോനാ ബോലോ. ഹിന്ദി നഹി മാലൂ ഉല്ലു കാ പട്ടാ ഉല്ലു കാ പട്ടാ. പരശുരാമ ഇതൊന്നു പിടി. ഇവളോ തിമിരക്ക കൂടാതെ തമിഴ് ನಿಮ್ದ ಆಟ ನಮ್ನ ಹತ್ರ ಬೇಡ ನಾಯರೆ. ಕನ್ನಡ ನಾದಕ್ಕೆ ಗರ್ವ ಚುಪ್ಪಾಕಿ ತಲ್ಸಂಡಿ തെലുങ്ക് ಬಟ್ ದ pride goes before a fall. yes understand you. ഞങ്ങൾ അല്ലേ? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. നായരെ നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്ക് പല ഭാഷ അറിയാം. പക്ഷെ ഇതൊന്നും കൊട്ടി കോഴിച്ച് കഴുത്തിന് മയക്കും കയറ്റി വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല. കമോൺ. Correct. ബെന്നി, ഡാഡി വരുന്നു. വരട്ടെ. ബെന്നിയെ കാണാൻ എന്റെ ഡാഡി വരുന്നു. വന്നോട്ടെന്നേ, പാവം. അയ്യോ, സോറി, ഞാൻ അറിയാതെ മുറി വൃത്തിയാക്കിപ്പോ മനഃപൂർവ്വം. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡേയ്, ഇതൊന്ന് പിടിച്ചിറക്കണേ. ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. ഇതൊന്ന് പിടിച്ചിറക്കേ. അയ്യോ, എന്തൊരു വെയിറ്റ്. ആ കിളവൻ വരുന്നതിന് മുമ്പ് വേണം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏയ്, ഉണ്ട്. ആരെ? ആ പെണ്ണിന്റെ തന്ത. ഏത് പെണ്ണിന്റെ? ആഹാ, അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ? പുള്ളിക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ആരാണ് അത്? ഡാഡി ഡാഡി ഡാഡി. എന്താണ് ബഹളം? അല്ല ബഹളം. ഡാഡിയാ. Glad to meet. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ മെന്റൽ ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നേഴ്സല്ല, ഡോക്ടർ. ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? പോണ്ടിച്ചേരി. അഹമ്മദാബാദ്. കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഫോൺ വന്ന് എനിക്കാ. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂരിൽ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും, വലിയ ശല്യ. ആ, പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനാ? ഞാൻ വളരെ ബിസിയാണ്. 10-15 ഓർഡർ പെൻഡിങ്ങിലുണ്ട്. ആ, തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തുവിട്. ആ, ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങൾ പിന്നെ വിളി. അമ്മയില്ലേ? ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക് അറിയാം. അല്ല, അമ്മയുണ്ട്. അമ്മ മാർക്കറ്റിൽ പോയിരിക്കും. ഏത് മാർക്കറ്റിൽ പോയിരിക്കും? സൈലൻസ്. നമുക്ക് ആ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ പറയരുത്. ഒരു കുറ്റി പുട്ടെങ്കിലും അങ്ങനെ കഴിക്കണം. ഒരു കുറ്റിപ്പിട്ട് എന്തോ ചെയ്യണം, ഇഷ്ടം പോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡൈനിങ് റൂമിലോട്ട് പോവാം. താങ്ക് യു. ഒരുപാട് ഐറ്റംസ്. ഇങ്ങോട്ടിരുന്ന്. നീയല്ലടാ വാതിൽ തുറന്നിട്ടത്? ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നതായിരിക്കും. ഞാൻ ഇപ്പൊ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി. എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, डैडी बोला कि आप हिंदी बात कर सकते हैं. डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे. बोलो.
എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്കറിയില്ലായിരുന്നു. എന്തൊരു ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാമെന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. आपने दिलवाले दुल्हनिया ले जाएंगे देखा? आप किसी से प्यार किया है क्या? इश्क हुआ? എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തിപ്പൂരല്ലേടി തിന്നുള്ളൂ. അമ്മയില്ലേ? ഇല്ല. അച്ഛനോ? അച്ഛനും ഇല്ല. കഷ്ടമായി പോയി. എന്താ? ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. വെള്ളത്തിനാണോ അച്ഛനെയും അമ്മയും അന്വേഷിച്ചത്? അത് അല്ല, കാർത്തിക തനിച്ചുള്ളപ്പോ ഞാൻ തനിച്ചു വന്ന് വെള്ളം ചോദിക്കാന്ന് വെച്ചാ. മാഷിന് ഈയിടെയായിട്ട് വെള്ളദാഹം കുറച്ച് കൂടുതലാ. എന്താ കാരണം? അങ്ങനെയാണോ? അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കുഴപ്പമായിരിക്കും. മോളെ, ആ തെളിഞ്ഞല്ലോ മാഷെ. വന്നപ്പോ ഒറ്റമുണ്ട്, പിന്നെ ഡബിള്, ഇപ്പൊ പാന്റ്. ഹേയ്, കൊള്ളാലോ. എന്താ മാഷെ, കാലിന് വല്ല അസുഖം ഉണ്ടോ? ഒന്നുമില്ല മോളെ. മാഷക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? എനിക്കറിയില്ല. നീ എന്താ ഇവിടെ? നീയോ? നിങ്ങൾ കാട് തെറ്റി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇതുപോലൊരുത്ത മാട്ടുപ്പെട്ടി മാർക്കറ്റിലുണ്ട്. കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല. അത് ഞാനല്ല. പിന്നെന്താ ഒരു ചമ്മൽ മുഖത്ത്? അതെന്റെ ഒരു ശീലമാ. പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും. അതൊരു നല്ല ശീലമല്ല. എന്താ പേര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓഹോ, തന്നെ പോലൊരു തെണ്ടി പണ്ട് എന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് ഇറക്കാൻ വരാറുണ്ടായിരുന്നു. അവന്റെ പേര് കണ്ണപ്പൻ, ഒരു കൂലി. ആ ചായയാണ് നിനക്ക്. അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും. അതിലൊരുത്തൻ കൂലിയായിരിക്കും, മറ്റൊരുത്തൻ പണക്കാരനായിരിക്കും. അപ്പൊ പിന്നെ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. എടാ, നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തില്ലേ? കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാൻ ഇന്നാറും. നിനക്ക് മാട്ടുപ്പെട്ടി ചന്തയിൽ പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ, അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ? വന്നു കയറിയ മഹാലക്ഷ്മിയെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ? ഒരു ഒത്തുതീർപ്പാകാം. എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ? ഓഹോ, അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെള്ളം പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ. മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. ഞാരെന്തര് കണ്ണൻ, എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്താന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ? പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. വരി. ഓ അതിനെന്താ? ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ. പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കയറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോണേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറിനോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി ഷേവ് ചെയ്യും. അച്ചി എന്നെ പറ്റി പറഞ്ഞു എന്നെ ചോദിക്കൂലേ? നല്ല പിടിച്ച വർത്താനം വായിന്ന് കേൾക്കണ്ടെങ്കിൽ വീടിച്ചോണ്ട് പോയില്ല. തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചടി മരപ്പെട്ടി മാറ്റാനെ കൊണ്ടല്ലേ
പോടേ എന്റെ പമ്പക്കാരെ. നീയാണെങ്കിൽ നിന്റെ പമ്പറ രാജ്യം കൊണ്ടുപോകണം. ഞാനായതുകൊണ്ടാണ് ഇതുപോലെ ഒരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായത്. അയൽപക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിലും പൈങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് ഇതിന്റെ മോള്. അയ്യോ, എന്റെ കഴുത്തിൽ. ഇത്തരം മാറിയ ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ. പിന്നല്ലാതെ എവിടുന്ന് കിട്ടിയടേ യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞടാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ, അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് യവൻ. പച്ചവന്. നീ പോടാ മറച്ചവനെ. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവനാണ് മാറ്റി ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്തു നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക്? ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മോനെ കണ്ണ രക്ഷിക്കണേ, നീയും പ്രഖ്യാപിക്കണേ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. സമയം എത്രയായി? വാച്ച് എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തര്? ഒന്നുമില്ലേ? നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി. ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. പോരാ. എനിക്ക് തെറ്റിപ്പോയ ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിലൊന്നുമല്ല. എന്തു പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ ഒരു പണി എടുക്കുന്നുണ്ടില്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കഴിക്കുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തേക്കാനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ വെച്ചാ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത്. അത് നല്ല കുട്ടിയാ. പോണ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി.
സമാധാനം ഉണ്ടായ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അല്ലേ അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ. അരമണിക്കൂർ നീ ഇവിടെ വെയിറ്റ് ചെയ്യുമേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? ഭാസ്കരൻ നായരുടെ മോളുടെ കല്യാണം. സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപാ, ഇപ്പൊ കൊണ്ടുവരാം. നമ്മൾ ഒരിക്കലും അന്യന്റെ മോലെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആവശ്യം മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതാണ് എന്റെ വിഷമം. അതിന് 3 പടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര അയ്യണ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ചേടാ, പലതവണ ആ എംബോക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന ഒരു തെണ്ടി ഈ തറവാടിന് മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ. പോയി നോക്ക്. എവിടെ? ചെല്ലേ. അവിടെ പുറയിൽ. എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ, എടീ, പട്ടാപ്പകൽ ഇങ്ങനെ കൂട്ടാൻ നിനക്ക് നാളല്ലേടി? നീ ഒരു പെണ്ണാണോ? എടീ, ഞങ്ങൾക്ക് മാനം വരെ ജീവിക്കണേ. തള്ളയോ തള്ള നിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അമ്മ ഈ കാറ്റ് വന്നിട്ട് ഇതിന്റെ എടാ, നീ മതിലോട് ഇപ്പുറത്ത് വരണ്ട, അവിടെ തന്നെ പോയി താമസിച്ചോ. അയ്യോ, യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അയ്യോ, ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇടി നിന്നെ ഞാൻ തെമ്മാത്തമ്മണ്ടല്ലോ. ഇവിടെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറയാനുണ്ടല്ലോ. എന്റെ ഭാര്യക്ക് എത്ര ഭർത്താക്കന്മാരാണ് നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദാ, ഇറങ്ങാൻ പുറത്ത്. ഇറങ്ങാൻ. കാസർഗോട്ടുള്ള എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം ഞാൻ ആ വിചാരം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. പൊയ്ക്കോ, പൊയ്ക്കോ പുറത്ത്. ഞാൻ കൊണ്ടുപോകരുത് ഞാൻ പറഞ്ഞേക്കാം. പുറത്തിറങ്ങണ്ട, അതിലൂടെ അങ്ങ് പോ. പോ. ഈ കാറ്റ് വന്ന് ഇതിന്റെ വരാൻ പറഞ്ഞില്ലേ? വരാൻ. മര്യാദക്കിനെ കാശണില്ലേ ഇന്ന് തന്നെ ശവടക്ക തിരിഞ്ഞോ. വെറുതെ ഇരിക്കണോ?
അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനാ മനസ്സിലായിട്ടില്ല. ആദ്യം ചെയ്യണമെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കുന്നില്ലേ? ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്ക്. അല്ലെ എവിടെ കലവല 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 പറയില്ല. ആ എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ, ഈ നക്കി നേരോട്. ഈ നക്കിന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ, ആദ്യം പോലീസിനെ കൂട്ടി രോഗിനെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ മറ്റൊരു മറിച്ചും പറഞ്ഞ എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, പിന്നെ ഓടിപ്പകലെ ശമ്പളത്തിയാണല്ലോ അടിച്ചിന്റെ പൂട്ടല് കൊടുക്ക ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണടാ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി എന്താ പാടും അവിടെ ഒത്തില്ല. ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്.